സുഹൃത്തുക്കളെ, പുതുപ്പള്ളി പള്ളിക്ക് സമീപം അങ്ങാടി കൊട്ടാരത്തിൽക്കടവ് റോഡിന്റെ തുടക്കത്തിലാണ് ഞാൻ. കുറച്ച് അച്ചായന്മാര്, കുറച്ച് സാറുമാര് അവരുടെ ജീവിത സായനത്തിലെ സമയം കളയാനും നേരപ്പോക്കിനുമായിട്ട് ഇവിടെ കൂടാറുണ്ട്. ഞാൻ എന്നും ഇങ്ങനെ ചെറുപ്പക്കാരനായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും ഞാൻ അവാർഡ് ഒരിക്കലും ആരോടും ചോദിച്ചു മേടിക്കാറില്ല, അതിന്റെ ആവശ്യമില്ല. സാധാരണ ക്ലാസ്സുകളിൽ കാണുന്നത് നമ്മുടെ പിള്ളേർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ കുറേ ദിവസം കണ്ണിൽ ഭയങ്കര തിളക്കം ഉണ്ടായിരിക്കും. പിന്നെ അതെല്ലാം അത് അസ്തമിച്ചു പോകുന്നതിന്റെ കാരണം എന്നാണ്, നമ്മുടെ പിള്ളേർ, പുതിയ തലമുറയിലെ പിള്ളേരെ ഭൂരിഭാഗം ആൾക്കാരും പുറത്തേക്ക് പോവാണ്. സാർ ഒരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഒരു കാര്യം വേറെ തോന്നരുത്. സാറിന് ഇരട്ട പേരുണ്ടായിരുന്നോ? സാർ ഒത്തിരി അപ്ഡേഷൻ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞാല്. പോലീസ് സേനയിലൊക്കെ പണ്ടത്തെക്കാളും ഒത്തിരി പുതിയ തലമുറ വന്നപ്പോൾ ഭയങ്കര വീശുകാരനാണ്. എതിലെ മീൻ പോയാലും പുള്ളിയുടെ ഞാൻ ഇവിടെ ഈ പാടത്ത് മീൻ പിടിക്കുന്ന ഒരാളാണ്. നമ്മുടെ പള്ളിയുണ്ട് ഇവിടെ. സന്ധ്യ ആകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുവാണ്, നമുക്ക് ഇവിടെ വട്ടം കൂടി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ചാനലിൽ കണ്ടോ അറിഞ്ഞു കേട്ട പുതിയ കമ്പനിക്കാർ വന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ സ്വീകരിക്കും? എല്ലാവർക്കും സ്വാഗതം ഇല്ലേ? പുതിയ ആൾക്കാരൊക്കെ ആദ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സീറ്റ് ഞങ്ങൾ കൊടുക്കുള്ളൂ. പിന്നെ ഈ സ്ട്രോക്ക് വന്നപ്പോഴത്തെ ജീവിതം ഒരു അസ്തമിച്ചെന്ന് തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആ കാലഘട്ടം. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ റിക്കവർ ആയത്? എങ്ങനെ ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഫ്രണ്ട്ഷിപ്പ്? പിന്നെ സംശയമില്ലാത്ത കാര്യമാണ്. എന്നാ മഴയാണേലും ഇടിയാണേലും ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരെയും കാണുക, അതൊരു സന്തോഷമാണ്. നമുക്ക് പ്രത്യേകം പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷമാണ്. അതെ, ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് എല്ലാവരുമായിട്ടൊരു സംസാരവും ചിരിയും അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. എത്ര വർഷമായി ഇവരുടെ കൂടെ കൂടിയിട്ട്? ഇവിടെയായിട്ടൊരു 3-4 വർഷമായി. ചോദിക്കാനും പറയാൻ ആളുണ്ട്. അന്നേരം വിളിച്ചിരിക്കും. പ്രായമായാലും ഒറ്റപ്പെടലെന്നുള്ളൊരു അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് ഇവിടെ വരുമ്പോ നമുക്ക് പ്രായം തോന്നുന്നില്ല. അല്ല, ഇവരെ പോലുള്ളവർക്ക് ശരിക്കും സപ്പോർട്ട്. വയ്യാതെ വന്നു കഴിയുമ്പോൾ ആരുമില്ല, ചോദിക്കാനും പറയാൻ ആരില്ല, തോന്നലൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഒരു ദിവസം ബിജുനെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിളിച്ചു ചോദിക്കുക എന്താണ്, വീട്ടിലേക്ക് ചെല്ലുക, ആളെ കാണുക. നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് വലിപ്പ ചെറുപ്പമോ പ്രൊഫഷണലോ അങ്ങനൊന്നുമില്ല? അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെ ആര് വന്നാലും ഇവിടെ വന്നിരിക്കുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. കുറെ സമയം ഒരു 8:30 വരെ ഇവിടെ. ഏറ്റവും ലാസ്റ്റ് ഇവിടെ അടയ്ക്കുന്നത് നമ്മുടെ ബീച്ചാണ്. എല്ലാവർക്കും നല്ല വിവരമുള്ളവരാണ്. അവര് നല്ല കിടക്കാച്ചി സാധനം അവർ വിടും. ഒരിക്കലും നമ്മൾ ആരുടെയും നോക്കാറില്ല. നമ്മളിവിടെ ഒരു എൻജോയ് ചെയ്യുക, പോവുക. ഞാൻ പോലീസ് സബ് ഇൻസ്പെക്ടറായിരുന്നു. എവിടുന്നാ റിട്ടയർ ആയത്? ക്രൈംബ്രാഞ്ചിൽ. ഒരാളായിട്ടാണ്. വൈകുന്നേരം വന്ന് ഇവിടെ കുറെ നേരം ഇരിക്കും, കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യും, കുറെ റിലാക്സ് ആവും. വൈകുന്നേരം ഇവരുമായിട്ടൊക്കെ ഒരു കമ്പനി ആകുമ്പോൾ കഴിയുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിലെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് കുറെ റിലാക്സ്ഡ് ആവും. പ്രധാനമായിട്ടും വരുന്നത് ഒരു സായാഹ്ന നേരം. ഞാൻ കീബോർഡ് വായിക്കും. നാടക ട്രൂപ്പിലൊക്കെ ആയിരുന്നു ആദ്യം. സമിതിയിലായിരുന്നു. അടൂർ ജിഹാ തിയേറ്റേഴ്സ്, കൊല്ല ഉപാസന, കോട്ടയം ദേശാഭിമാനി. എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? അവിടെയൊക്കെ 2 വർഷം. സുഹൃത്തുക്കളെ നമസ്കാരം. ഞാനിന്ന് പുതുപ്പള്ളി അങ്ങാടി കൊട്ടാരത്തിൽക്കടവ് റോഡിന് സമീപമാണ്. ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ എല്ലാ ദിവസവും നേരമ്പോക്കിനെ കുറച്ച് അച്ചായന്മാര്, കുറച്ച് സാറുമാര് അവരുടെ ജീവിത സായനത്തിലെ സമയം കളയാനും നേരമ്പോക്കിനുമായിട്ട് ഇവിടെ കൂടാറുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. സാറിന്റെ പേര്? എന്റെ പേര് ഉമ്മൻ മാമൻ. സാർ ഇപ്പൊ എന്ത് ചെയ്യുന്നു? റിട്ടയർ ആണോ? ഇപ്പൊ എന്തെങ്കിലും ജോലി ചെയ്തു. പിന്നെ മാർബൽ സെല്യൂസ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ഡയറക്ടറാണ്. സാറിന്റെ പേര്? സാറിന് പരിചയപ്പെടുത്താമോ? നേരത്തെ എന്റെ ജോലിയായിരുന്നു. ഓക്കെ. സാറിന് ഞാൻ നേരത്തെ കാർഷിക മേഖലയല്ലേ ഇപ്പോഴും ജോലി ചെയ്യുന്നില്ല. ഇല്ല, ഞാൻ എന്നും ഇങ്ങനെ ചെറുപ്പക്കാരനായിക്കൊണ്ടിരിക്കുക. ഓരോ ദിവസവും. എന്താന്ന് ചോദിച്ചാൽ പുതിയ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ കാർഷിക മേഖലയ്ക്ക് എന്തെങ്കിലും സംഭാവനകൾ പുതിയതായിട്ട് ചെയ്തിട്ടുണ്ടോ? കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും? കണ്ടുപിടിക്കുകയല്ല, നമ്മൾ ഈ ഇത് ചെയ്യുക, ഉള്ളതിനെ ഇത് ചെയ്തെടുത്തോണ്ട് പോവുകയാണ്. അതായത് പാടശേഖരത്തിന്റെ കൺവീനർ, സെക്രട്ടറി, പ്രസിഡന്റ്, ഇങ്ങനെയുള്ള ഇതിനുണ്ടായിരുന്നു. ക്ഷീരമേഖലയിലാണ് ക്ഷീരസംഘത്തിന്റെ ഡയറക്ടർ ബോർഡിന്റെ മെമ്പറായിരുന്നു. ഇങ്ങനെ ഉണ്ടല്ലോ എല്ലാ ഗ്രാമീണ കാര്യങ്ങളിലും. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബയോഗത്തിനാണെങ്കിലും, അതുപോലെ തന്നെ ഞങ്ങളുടെ പള്ളിയുടെ കാര്യങ്ങളിൽ എല്ലാം കുറെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കും. പിന്നെ എന്തെങ്കിലും അവാർഡ് കിട്ടിയിട്ടുണ്ടോ? ഞാൻ അവാർഡ് ഒരിക്കലും
ഒരിക്കലും ആരോടും ചോദിച്ചു മേടിക്കാറില്ല. അതിന്റെ ആവശ്യമില്ല. നമുക്ക് കർഷകനാണെന്ന് ചോദിച്ചാൽ കിട്ടണം. നമുക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കും. അവരറിഞ്ഞ് ഇങ്ങോട്ട് തരണം. അല്ല നമ്മൾ അങ്ങോട്ട് ചോദിക്കുന്നത് ശരിയല്ല ഒരിക്കലും. പക്ഷെ സർക്കാരിന്റെ പോളിസി എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്താൽ അത് വേണ്ട. നമുക്ക് അങ്ങനെ ഒരു അംഗീകാരം വേണ്ട. പൊതുവിൽ നമുക്കൊരു അംഗീകാരം അവർ ചെയ്യുന്ന അതല്ല, നമ്മളെ സംബന്ധിച്ച് നമ്മൾ ചെയ്യുന്ന മേഖലകൾ വിശ്വസ്തത പാലിക്കുക എന്നുള്ളതാണ്. അല്ലാതെ സാറിന്റെ പേരെ ബിജു എന്നാണ് എൻ്റെ പേര്. എന്ത് ചെയ്യുന്നു? ഞാൻ നേരത്തെ ബിസിനസ് ആയിരുന്നു. എനിക്കത് സ്റ്റോക്ക് വന്ന് അറിയാൻ നിർത്തി. ഒരു 6 വർഷമായിട്ട് ഞാൻ എന്നും 4 മണിയാകുമ്പോൾ ഇവിടെ വരും. 8 മണി വരെ ഇവിടെ ഇരിക്കും. ഒത്തിരി കൂട്ടുകാരുണ്ട്. വീട്ടുകാരും വീട്ടിൽ പോകും. ഇതൊക്കെയാണ് പരിപാടി. സാറിന്റെ പേരെ? എൻ്റെ പേര് മാർക്കസ് ചാവോ. നേരത്തെ എന്ത് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു? വെളിയിലായിരുന്നു, ഈ പ്രവാസിയായിരുന്നു. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസും ഒക്കെ ഞങ്ങളുടെ പ്രേക്ഷകർക്ക് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങളിവിടെ വന്നത്. അപ്പോൾ അതൊന്ന് ഞങ്ങളിവിടെ ഇങ്ങനെ വന്ന് ഓരോരുത്തർ ഇങ്ങനെ വന്ന് കൂടുമ്പോഴത്തേക്കിനാണ് എല്ലാവരെയും കണ്ടുമുട്ടുന്നത്. കണ്ടുമുട്ടിയപ്പോൾ എല്ലാവരുമായിട്ട് പരിചയമായി. ഇങ്ങനെ സായാഹ്നത്തിൽ വന്ന് ഇവിടെ ഇരുന്ന് എല്ലാവരുമായിട്ട് ഓരോ കാര്യങ്ങൾ പറയാനും സന്തോഷിക്കാനും ഒക്കെ ഉള്ളൊരു അവസരമായി എല്ലാവർക്കും ഒരു റിലാക്സ്. ഇതെല്ലാം ചേട്ടാ, നമ്മളിപ്പോഴത്തെ വിലക്കയറ്റത്തെ കുറിച്ച് പറയാനുണ്ടോ? വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ കൃഷിക്കാരനെ സംബന്ധിച്ച് ഏത് വില കയറിയാലും അവന് പ്രയോജനമൊന്നുമില്ല. എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ നമ്മളിപ്പം ഒരു ജസ്റ്റ് ഒരു കപ്പ നമ്മൾ നമ്മുടെ പറമ്പിൽ നിന്ന് പറിച്ചു നേരെ അത് മാർക്കറ്റിൽ കൊണ്ടുവന്നാൽ അവൻ ചോദിക്കുന്നത് 35 രൂപയ്ക്ക് വിൽക്കുന്ന സാധനം 18 രൂപയ്ക്ക് തരാവുന്നു. അവനൊന്നും അറിയണ്ട. എന്നാന്ന് ചോദിച്ചാൽ വളയിടണ്ട, വിഷമടിക്കേണ്ട, പണിയണ്ട, പണിക്കൂലി കൊടുക്കണ്ട. അവൻ അവിടെ കൊണ്ടുവന്ന് വിറ്റാൽ അവൻ 1 കിലോയെ 10 രൂപ 12 രൂപ ലാഭം കിട്ടും. കൃഷിക്കാരൻ എന്നതാ കിട്ടുന്നത്. ഇതൊക്കെയാണ് കാർഷിക മേഖലയ്ക്ക്. അതുപോലെ ഈ പശു വളർത്തലിനും പറ്റിയ ഒരു ഇതെന്ന് വെച്ചാൽ ഈ പുല്ലിന് വില കൊടുക്കണം, ഒരാളെ കറക്കുന്നതിനാണെ 100 രൂപ വെച്ച് കൊടുക്കണം, കാലിത്തീറ്റയിൽ അമിതമായ വില, ഇതെല്ലാം അതിൻ്റെ അകത്ത്. സ്വന്തമായിട്ട് എന്തെങ്കിലും സ്വയം നിലയിൽ ചെയ്താൽ മാത്രമേ ഇതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉള്ളൂ. അല്ലെ ഗവൺമെന്റ് തലത്തിൽ അതിൻ്റെ ഒരു ഇത് കിട്ടണം. നമുക്ക് നഷ്ടപരിഹാരമോ അതല്ല, ഗവൺമെന്റിൽ നിന്ന് നമുക്ക് ഈ പ്രാഥമിക സംഘങ്ങൾ വഴി നമുക്ക് കൃഷിക്കാർക്ക് എന്തെങ്കിലും ചെയ്യാൻ നേരിട്ട് ഡയറക്റ്റായിട്ട് ഈ ഇതില്ലാതെ, അതായത് ഇടനിലക്കാരനില്ലാതെ ഡയറക്റ്റായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നെങ്കിൽ മാത്രമേ. ഞാൻ ഇവിടെ ഈ ക്ഷീരസംഘത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്നപ്പം ഏതാണ്ട് 45-ൽ പരം കൃഷിക്കാരുണ്ടായിരുന്നു. ഏതാണ്ട് 600-650 ലിറ്റർ പാല് ഞാൻ ബോർഡ് മെമ്പറായിരിക്കുന്ന സമയത്ത് ഇന്ന് അവിടെ 100 ലിറ്റർ പാല് പോലും ഇല്ല. ഇന്നെന്നാ വെച്ചാൽ ഇന്ന് യുവതലമുറകൾ ആരും ഈ കാർഷിക മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് മെയിനായിട്ടുള്ളത്. എന്നുവെച്ചാൽ അവർക്ക് എങ്ങനെയെങ്കിലും +2 പാസ്സാകണം, UK കാനഡയ്ക്കോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് പറഞ്ഞാൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ്, ഇവർക്ക് അത് മാത്രമേ ഉള്ളൂ. എന്നാ വെച്ചാൽ കാർഷിക മേഖല ഓരോ ദിവസവും ഇന്നിപ്പം ഞങ്ങളൊക്കെ, ഞാനും കുര്യൻ സാറൊക്കെയും ഇവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്ന ഞങ്ങളൊക്കെ ഒരു സമയത്ത് വളരെയധികം ആക്റ്റീവായിട്ട് ഈ പാടശേഖരത്തിന്റെ ഇവിടെയൊക്കെ കൃഷി ഉണ്ടായിരുന്നു. ഞാൻ ഈ ചെയ്യുന്ന പാടം 85 ഏക്കറാ. ഞാൻ കൺവീനറായിരുന്ന പാടാ ഇത്. അതായത് ഇതിപ്പോ കൃഷി ഉണ്ടോ? അതുകൊണ്ട് ഇപ്പൊ ഇത് എല്ലാവരും കൃഷി ചെയ്യുക, കൃഷി ചെയ്യുന്നുണ്ട്. ഉണ്ട്. പാട്ടത്തിനെടുത്ത് ചെയ്യുന്ന പാട്ടത്തിന് നമുക്ക് തുച്ഛമായ ഒരു തുക തരും, അത്രേ ഉള്ളൂ. അതാ പറഞ്ഞ കൃഷിക്കാരെല്ലാം ഞങ്ങളൊക്കെയും പൂർണ്ണമായിട്ട് അതിൽ നിന്ന് പുറകോട്ട് പോയി. എനിക്കുണ്ട് കണ്ടം, 2-2.5 ഏക്കർ കണ്ടമുണ്ട്. ആ കണ്ടത്തിൽ ഞങ്ങൾ ചെയ്യാതെ ഞങ്ങൾ അത് പാട്ടത്തിന് കൊടുക്കുക. എന്നിട്ട് അവർ തരുന്ന ഈ തുച്ഛമായ തുകയും മേടിച്ചുകൊണ്ട്. സാറേ, നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ രംഗത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ആനുകാലികമായിട്ടുള്ള വിദ്യാഭ്യാസ രംഗം വിദ്യാഭ്യാസം അല്ല ഇപ്പോൾ, കച്ചവടം, ഹൈപ്പർ പൊളിറ്റിസൈസ്ഡ് ആയിട്ടുള്ള ഒരു മേഖലയായിട്ടില്ല. അപ്ഡേറ്റഡ് അല്ല, ഒന്നും അപ്ഡേറ്റഡ് അല്ല. എഞ്ചിനീയറിംഗ് കോളേജ്, അതായത് 1950s ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങുമ്പോഴുള്ള ചില ട്രഡീഷണൽ കോഴ്സസ് ഉണ്ട്. ഇപ്പോഴും നമ്മുടെ കോഴ്സസ് അതൊക്കെ തന്നെ. അതിൻ്റെ അകത്ത് സിലബസ് വരെ ഒരു 10 to 15% പോലും ഒരു വർഷം ചേഞ്ച് ആവുന്നില്ല. ട്രഡീഷണൽ കോഴ്സസ്. ഓക്കെ, അതിൻ്റെ കൂടെ അപ്ഡേറ്റഡ് ആകുക എന്ന് പറഞ്ഞാൽ മോഡേൺ ഇതുണ്ട്. ഇപ്പോൾ സൈബർ ഫോറൻസിക്, അങ്ങനെ കുറേ സൈബർ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാം. അങ്ങനെ അപ്ഡേഷൻ വന്നിട്ടുണ്ടോ? ഇല്ല, അപ്ഡേഷൻ വന്നിട്ടുണ്ട്, പക്ഷെ അത് ആൾക്കാർക്ക് അങ്ങോട്ട് അറിയുന്നില്ല എന്നുള്ളതാണ്. അതുണ്ടെങ്കിൽ തന്നെ അത് മാക്സിമം മുതലെടുക്കുക ആൾക്കാർ. അപ്പം പിന്നെ പഠിപ്പിക്കാൻ വരുന്ന ആൾക്കാർക്കും ഒരു സ്പെസിഫിക് ക്വാളിറ്റി അല്ലെങ്കിൽ ഇത് പറയുമല്ലോ, ക്വാളിഫിക്കേഷൻ ഉണ്ട്. അതിന്റെ അർത്ഥം ക്വാളിറ്റി ഉണ്ടെന്നല്ല. ക്വാളിഫിക്കേഷനും ക്വാളിറ്റിയും രണ്ടായിട്ട് കാണാം. ഞാൻ പഠിച്ചത് മുഴുവൻ അതേപടി ഛർദ്ദിക്കാനാണെങ്കിൽ അത് വിദ്യാഭ്യാസമല്ല. ഞാൻ പുതിയത് വായിച്ച് എന്നെ അപ്ഡേറ്റ് ചെയ്ത് അത് ഞാൻ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴാണ് വിദ്യാഭ്യാസമാകുന്നത്. അല്ലെങ്കിൽ നമ്മളിങ്ങനെ പറയാം പ്രൊഫസോറിയൽ വിസ്ഡം. ഒരു പ്രൊഫസർ എന്നുള്ള നിലയിൽ ഇന്നതിൻ്റെ പ്രൊഫസർ എന്നല്ല പറയുന്നത്.
പ്രൊഫസർ എന്ന് പറഞ്ഞാൽ അതിനെ എല്ലാത്തിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനുള്ള ഇത് വേണം. അങ്ങനെയാണ് അത് പ്രൊഫസോറിയൽ വിസ്ഡം എന്ന് പറഞ്ഞാൽ അതാണ്. ഇപ്പോൾ എൻ്റെ അടുത്ത് കെമിസ്ട്രി അല്ലെങ്കിൽ ഫിസിക്സ് ചോദിച്ചാലും എൻ്റെ സബ്ജക്റ്റ് മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ എനിക്ക് ഏതിനെക്കുറിച്ചും പ്രാഥമികമായ കുറേ അറിവുണ്ട്. അതെനിക്കില്ല. അതെന്നാന്ന് ചോദിച്ചാൽ പ്രൊഫസോറിയൽ വിസ്ഡം എന്ന് പറയുന്നത് എല്ലാത്തിനെക്കുറിച്ചും ആധികാരികമായിട്ട് അല്ലെങ്കിൽ തന്നെ പെരിഫറലായിട്ട് ഉപരിതല ഇതെങ്കിലും ഉണ്ടാവണം. ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സ്വാതന്ത്ര്യവും അതിനെപ്പോഴെങ്കിലും ഒക്കെ മറുപടി പറയാനുള്ള കഴിവും ഉണ്ടായിരിക്കണം. നമ്മുടെ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ പറയുന്നത് പുസ്തകത്തിൽ എന്ത് പഠിച്ചോ ആ സിലബസിൻ്റെ അകത്തു നിന്നല്ലാതെ, അല്ലെങ്കിൽ വട്ടം വരച്ചിട്ട് ആ വട്ടത്തിൻ്റെ അകത്തു നിന്നല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്നില്ല കുട്ടികളെ. അപ്പോൾ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അറിവ് ലിമിറ്റഡായി. അതിന് പകരം അത് തുറന്നു വിടുകയാണെങ്കിൽ, അത് ഇന്ന കാര്യങ്ങൾ ഇന്ന സമയത്ത് പഠിക്കണമെന്ന് പറയാതെ എന്ത് വേണമെങ്കിലും പഠിച്ചോ എന്ന് പറയുവാണെങ്കിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ അതൊരു റിസർച്ച് മോഡിലോട്ട് പോകും. ആ റിസർച്ച് മോഡ് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഇല്ല. ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ നമ്മളിപ്പോൾ കാണുന്ന ഒരു കാഴ്ച സാധാരണ ക്ലാസ്സുകളിൽ കാണുന്നത്, നമ്മുടെ പിള്ളേർ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ആദ്യത്തെ ഒരാഴ്ച അല്ലെങ്കിൽ കുറേ ദിവസം കണ്ണിൽ ഭയങ്കര തിളക്കം ഉണ്ടായിരിക്കും, അറിയാനുള്ള ആഗ്രഹം. പിന്നെ അത് അസ്തമിച്ചു പോകുന്നതിൻ്റെ കാരണം എന്നാന്ന് വെച്ചാൽ അധ്യാപകർ തന്നെയാണ്. അതെന്നാന്ന് വെച്ചാൽ പുതിയ പ്രതീക്ഷ കൊണ്ട് വരുന്ന ഒന്നും കിട്ടുന്നില്ല. അതെന്ന് വെച്ചാൽ ഇതൊക്കെ ഈ പുതിയ ന്യൂജൻ പിള്ളേർക്ക് ഇതെല്ലാം നെറ്റിൽ കയറി എല്ലാം നോക്കി എല്ലാവർക്കും അറിയാം. പിന്നെ അതിനപ്പുറത്തെ കാര്യങ്ങളാണ് പിള്ളേർ വേണ്ടത്. അതിനപ്പുറത്തെ കാര്യങ്ങളാണ്. അതില്ലാതെ വരുമ്പോഴാണ് ഇത് ബോറിംഗ് ആകുന്നതും പിള്ളേർ വേറെ വഴിക്കൊക്കെ പോകും. സാറേ, അത് സാറിപ്പോൾ പറഞ്ഞു വന്ന കാര്യം ചോദിക്കുകയാണെ, നമ്മുടെ പിള്ളേർ പുതിയ തലമുറയിലെ പിള്ളേരെ മുഴുവനല്ല ഏകദേശം ഒരു ഭൂരിഭാഗം ആൾക്കാരും പുറത്തേക്ക് പോവാണ്. അതിന് ഒരു കാരണം, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു റീസൺ എക്കണോമിയാണ്. ഒരു റീസൺ എക്കോണമി അല്ലെങ്കിൽ നമ്മുടെ തൊഴിലില്ലായ്മ ഒരു റീസൺ. പിന്നെ അതൊരു ട്രെൻഡ് ആകുന്നത് ഒരു കുടുംബത്തിൻ്റെ ഒരു അഭിമാനത്തിൻ്റെ ഇതുപോലൊക്കെയാണ്. എൻ്റെ മകൻ ലണ്ടനിലാണ്, UK-ലാണ്, കാനഡയിലാണെന്നൊക്കെ പറയുന്നത് ഒരു അഭിമാനത്തിൻ്റെ ഭാഗം, ഒരു ഫോൾസ് എന്താ പറയുക, അങ്ങനെ തന്നെ പറയാൻ പറ്റും, ഒരു ഫോൾസ് ഇമേജ്. ആക്ച്വലി ഒറ്റപ്പെടലല്ലേ ശരിക്കും? അങ്ങനെയാണെന്ന് പറയാൻ തന്നെ മാതാപിതാക്കൾ നാട്ടിൽ ഒറ്റപ്പെടുകയാണ്. അന്നേരം പറയാനായിട്ട് പറഞ്ഞാലും ഒറ്റപ്പെടുകയാണ്. അന്നേരം നമുക്ക് കോട്ട് ചെയ്യാനായിട്ട് ബാബു പോളിന്റെ കഥ പറയും, നീ മുമ്പേ പൊക്കോ ഞാൻ പുറകിലുണ്ടോ എന്ന് ഇളകി തിരിഞ്ഞ് നോക്കിയാൽ മതി എന്ന് ബാബു പോളിന്റെ ഇത് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനെയല്ല, മക്കളുടെ കാര്യമല്ലേ നമുക്ക് നോക്കണ്ട, നമുക്ക് രക്ഷപ്പെട്ടു ഇവിടെ നിന്നിട്ട് ഇതൊക്കെയാ കാര്യം. പക്ഷെ ഇവിടെ നിൽക്കാൻ ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വാതന്ത്ര്യത്തിന് 1947 നമ്മുടെ ഇക്കണോമിക് കണ്ടീഷൻ -4% ആയിരുന്നു. -4% നമ്മൾ 7% വരെ എക്കോണമി വന്നു. വീണ്ടും അത് താഴോട്ട് പോയത് ഈ നോട്ട് നിരോധനം ഡിമോണറ്റൈസേഷന് ശേഷമാണ് താഴോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് കോവിഡും കൂടെ വന്നപ്പോൾ പിന്നെയും -4%. ഇപ്പൊ ചോദിച്ചില്ല വിലക്കയറ്റത്തിന് കാരണം ഇൻഫ്ലേഷന്റെ കാരണം ഈ എന്താണ് അതിന് നോട്ടിന്റെ മൂല്യമില്ലാതെ പോകുന്നത് ഇക്കണോമിക് ഗ്രോത്ത് ഇല്ലാത്തതാണ്. ഇക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ കാണിക്കുന്നുണ്ട് 8% ഗ്രോത്ത് എന്ന്, സർക്കാർ പറയുന്നുണ്ട് 8% ഗ്രോത്ത് എന്ന്. അതെങ്ങനെ ഉണ്ടാവുക? -4% പോകണം, ആദ്യമേ പ്ലസ് ആവണം, പിന്നെ കയറാൻ പറ്റത്തുള്ളൂ. അതിന് നമ്മൾ പറയുന്നത് 8% ഗ്രോത്ത് ഉണ്ട്. 8% ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ് ഇത് ചെയ്യുന്നത്? ഇപ്പോൾ ഉള്ള 2% ആണ്, 2% 8% ഗ്രോത്ത്. അങ്ങനെ അപ്പൊ 2.8% ആയിട്ടുള്ളൂ. 8 ആയിട്ടില്ല. പക്ഷെ ജനം വിശ്വസിക്കും 8% നല്ല ഗ്രോത്ത് ആണ്. രണ്ടാമത്തെ കാര്യം ലോവർ സർക്കിളിന്റെ ഇടയിൽ മണി സർക്കുലേഷൻ ഇല്ല. മണി സർക്കുലേഷനൊക്കെ ഈ 20% വരുന്ന അപ്പർ ക്ലാസിന്റെ ഇടയിലാണ്, താഴോട്ട് വരുന്നില്ല. അപ്പർ ക്ലാസ് അല്ലെങ്കിൽ മിഡിൽ ക്ലാസിന്റെ അല്ലെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ്സിൽ നിൽക്കും, താഴോട്ട് അത് വരുന്നില്ല. ആ സർക്കുലേഷൻ എപ്പോൾ ഉണ്ടാകുന്നു അന്നേരം എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുള്ളൂ. 300 ലക്ഷം ആൾക്കാരെ അല്ലെങ്കിൽ അതിഥി തൊഴിലാളികളെ ഇവിടുന്ന് നാട് വിട്ടു, നമ്മുടെ ഇവിടെ നിന്നല്ല പലയിടത്തു നിന്നായിട്ട് അവരുടെ നേറ്റീവ് പ്ലേസിലോട്ട് അവർക്ക് എന്ത് സംഭവിച്ചു? ആ സമയം ഉണ്ടായിരുന്നപ്പോൾ പൈസ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെയും തൊഴിലാളികളുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഈ പറയുന്ന വിലക്കയറ്റം അതുപോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അവർക്ക് ഡെയിലി വേജസ് വരുന്നില്ല. പിന്നെ ഇപ്പം കുഞ്ഞു പറഞ്ഞല്ലോ കൃഷി നല്ലൊരു മാറുകയാണെന്ന്. അതിനൊരു കാര്യം നമുക്ക് അപ്ഡേഷൻ ഇല്ലാത്തതുകൊണ്ട്, അപ്ഡേഷൻ ഇൻ ദ സെൻസ് ടെക്നിക്കൽ അപ്ഡേഷൻസ് ഇല്ല. അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വന്നപ്പോഴാണ് ഈ പൊളിറ്റിക്സ് വന്ന് പറഞ്ഞത് ഇത് തൊഴിലില്ലായ്മ കൊണ്ടുവരുന്നത്, കമ്പ്യൂട്ടർ വന്നപ്പോൾ പറഞ്ഞ് തൊഴിലില്ലായ്മ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഓരോന്നും നമ്മൾ ഉടക്കിട്ടു. അവസാനം നമ്മൾ താഴെ വന്നു, ആൾക്കാരൊക്കെ പോയി. പുറത്ത് എവിടെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, നമുക്ക് കാണുന്ന ഒരു കാഴ്ച, ഈ 14 വയസ്സ് 15 വയസ്സുള്ള അല്ലെങ്കിൽ മെട്രിക്കുലേഷൻ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മെട്രിക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ
അവന് 2 വർഷം നടക്കും. ഞാൻ എന്തോ ചെയ്യണമെന്ന് ആലോചിക്കാൻ കൃത്യമായ അറിവിന് വേണ്ടിയിട്ട്. അതെന്താ ചെയ്യുന്നത് വെച്ചാൽ അവരെവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകും. കുറേ ഇങ്ങനെ അലഞ്ഞു കഴിയുമ്പോൾ കൃത്യമായ ഒരു ഗോൾ സെറ്റ് ചെയ്യും. ഇനി എൻ്റെ ഏരിയ സൈക്കോളജിയാണ്, എൻ്റെ ഏരിയ എഞ്ചിനീയറിംഗ് ആണ്, അല്ലെങ്കിൽ എൻ്റെ ഏരിയ മെഡിസിനാണ് അതിനുശേഷം പഠിക്കാൻ പോകും. നമ്മളങ്ങനെയല്ല. എൻ്റെ അപ്പൻ അങ്ങനെ ഞാൻ ഡോക്ടറാണോന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എന്നെ തള്ളിവിട്ടു. അപ്പോൾ എൻ്റെ ക്വാളിറ്റിയെ താഴോട്ട് വന്നു. എനിക്ക് ഈ പറഞ്ഞ കണ്ണിലെ തിളക്കം അത് തീർന്നു. ആ തിളക്കം ഇല്ലാത്തടത്തോളം കാലം നമ്മുടെ വിദ്യാഭ്യാസം വട്ടപൂജയാണ്. ഈ തിളക്കം അവസാന വർഷം വരെ, അല്ല അവസാന നാൾ പഠിത്തത്തിൻ്റെ പഠിത്തം ഒരിക്കലും അവസാനിക്കുന്നില്ല. എന്ന് വരെ നമുക്ക് കണ്ണിലെ തിളക്കം നിലനിർത്താൻ പറ്റുന്നു, ആ നിലനിർത്തുന്നവനാണ് നല്ല അധ്യാപകൻ. കണ്ണിൽ തിളക്കമുള്ളവനാണ് നല്ല വിദ്യാർത്ഥി. എന്നുവെച്ചാൽ അറിയാനുള്ള ആഗ്രഹമുണ്ട്. സാറേ, ഒരു കാര്യം ചോദിച്ചോട്ടെ, സാറിൻ്റെ വിദ്യാഭ്യാസ ജീവിതത്തിലുണ്ടായ അതായത് അധ്യാപന ജീവിതത്തിലുണ്ടായിട്ടുള്ള എന്തെങ്കിലും എന്നാ പറയുന്നത് നർമ്മ രസപരമായ കാര്യങ്ങൾ എന്തെങ്കിലും പങ്കുവെക്കാം? ഞാനൊരു മൊജറനായിരുന്നു, അതുകൊണ്ട് നർമ്മമൊന്നും ഉള്ള കാര്യം തുറന്നു പറഞ്ഞില്ലേ? ഞാനൊരു മൊജറനായിരുന്നു, അതുകൊണ്ട് നർമ്മമൊന്നുമില്ല. സാർ ഒരു കാര്യം തുറന്നു ചോദിച്ചോട്ടെ, ഒരു കാര്യം വേറെ തോന്നരുത്. സാറിന് ഇരട്ട പേരുണ്ടായിരുന്നോ? എനിക്ക് കുറേ പേരുണ്ടായിരുന്നു. എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ കോളേജിൽ പഠിപ്പിക്കുന്ന എല്ലാ സാറന്മാർക്കും ഇരട്ടപ്പേരുണ്ടോ? എനിക്കും കാണുമായിരുന്നായിരിക്കും, ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഇതുകൊണ്ട് വരുമല്ലോ, എന്താ ഓടിക്കോൾ ട്രോൾ വരുമ്പോൾ എന്നെ സ്ഥിരം പാൽക്കാരനായിട്ടും ബൈക്കിന്റെ പുറകിൽ സൈക്കിളിന്റെ പുറകിൽ ബലൂൺ കെട്ടി വെച്ചുകൊണ്ട് പാലും കൊണ്ട് അതൊക്കെ എന്നെ കാണിച്ചിട്ടുണ്ട്. അത് ആ രീതിയിൽ അതിന്റെ അർത്ഥത്തിൽ അങ്ങ് എടുത്താൽ മതി. എനിക്കത്രയേ ഉള്ളൂ. അതിനും അവരുടെ കൂടെ തോളെ കൈയിട്ട് നിൽക്കുക. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ എന്തോ പേടിയുണ്ടെന്ന് പറഞ്ഞാലും തോളെ കൈയിട്ട് ഒരു 10 മിനിറ്റ് വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ, ഓപ്പൺ അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ കുറേ ഇഷ്യൂസ് നമ്മളോട് ഷെയർ ചെയ്യും. ആ ഷെയറിങ് നമുക്കിപ്പോൾ ഇല്ലാത്തത്. നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ്. പല ബന്ധങ്ങളും നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പല ബന്ധങ്ങളും നമ്മൾ ശരിയായ രീതിയിൽ എടുക്കുന്നില്ല. അങ്ങനെ ഒരു ഇതുണ്ടോ? അത് പക്ഷേ പിള്ളേരുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റിദ്ധാരണ മാറിക്കിട്ടും. രണ്ടാമത് നമുക്ക് അവരെ പറ്റിയുള്ള തെറ്റിദ്ധാരണ മാറിക്കിട്ടും. നമുക്ക് അവരെ എങ്ങനെ സഹായിക്കാമെന്നുള്ള കാര്യം അറിയാൻ പറ്റും. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻട്രാക്ഷൻ ഇല്ലാതെ എന്തോന്നാണ്. ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്ന് വാവൂട്ടി നിന്നാൽ നിങ്ങളിപ്പോൾ ഇതിന് വന്നു, ഈ ബൈറ്റ് എടുക്കാൻ വന്നപ്പോൾ ഞാൻ എൻ്റെ വാവൂട്ടി ക്ലോസ് ആയി. അതൊരു വാതിൽ കുട്ടി കിടക്കലാണ്. അതിന് പകരം വാതിൽ തുറന്നിടുവാണെങ്കിൽ സാറേ വളരെ നന്ദിയുണ്ട് വാതിൽ തുറന്നു തന്നേനെ. സാറിന് എന്താ പറയാനുള്ളത്? സാറിന്റെ പഴയകാല ഡിപ്പാർട്ട്മെന്റ് ജീവിതവും ഇപ്പോഴത്തെ കാലത്തായിട്ട് ഒന്നും പറയാനില്ല. പറയാതിരിക്കുന്നത് മെച്ചം. അത് ഇതുമായിട്ട് ഇപ്പൊ കമ്പയർ ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സാർ, ഒത്തിരി അപ്ഡേഷൻ വന്നിട്ടില്ലേ? ശരിക്കും പറഞ്ഞാല് പോലീസ് സേനയിലൊക്കെ പണ്ടത്തെക്കാളും ഒത്തിരി പുതിയൊരു തലമുറ വന്നപ്പോഴത്തേക്കും അതൊക്കെ എല്ലാ മാറ്റങ്ങളും ഒത്തിരി വന്നിട്ടുണ്ട്. ഇപ്പൊ ഈയിടെ 2 IPC വരെ മാറുന്നു. ഇപ്പൊ നമുക്ക് പുതിയ നിയമങ്ങളെ ഈ മാസം മുതലേ പഴയ കാലത്തേതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ അപ്ഡേഷൻ വന്നെന്നാ പറയുന്നത്. കാര്യം പറഞ്ഞാൽ 1840 അങ്ങനെ ആ കാലഘട്ടത്തെ കണ്ട് അതുകൊണ്ട് പിന്നെ അപ്ഡേഷൻ കൊണ്ട് ഞാൻ പറയുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ആ അപ്ഡേഷൻ കൊണ്ട് ആർക്ക് പ്രയോജനം? സാറിന്റെ പേര് എന്താണ്? ബിജു. നേരത്തെ ബിസിനസ് ആണല്ലോ. എന്തായിരുന്നു? ഞാനൊരു ലേഡീസ് സ്റ്റോറും പ്രസന്റേഷനും എല്ലാം അല്ല, ഞാൻ സെന്ററിൽ തന്നെ. എന്നാ സ്റ്റോക്ക് വന്നത്? എനിക്ക് 8 വർഷമായിപ്പോ. 8 വർഷത്തിന് മുമ്പേ 91 മുതൽ 26-27 വർഷം ബിസിനസ് ആയിട്ടുണ്ടായി. പിന്നെ എത്ര ദിവസം അന്നേരം ബെഡ് റിട്ടേണായിട്ട് എത്ര ദിവസം അങ്ങനെ വല്ലതും? 3 വർഷത്തോളം ഏകദേശം ബെഡിൽ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇതുപോലുള്ള വണ്ടികൾ വെളിയിലോട്ട് വരാൻ തുടങ്ങി. പിന്നെ വൈഫ് കൊണ്ടേയാക്കും, അങ്ങനെയൊക്കെ വരും. ഇപ്പൊ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് 6 വർഷമായി. പള്ളി വരാൻ തുടങ്ങി 4 മണിയാകുമ്പോൾ വരും. 7:30-8 മണി വരെ ഇവിടെ ഇരിക്കും. ഒന്നുമല്ല, ഇവര് തന്നെയല്ല. ഇന്നിപ്പോ ആള് കുറവാ. എല്ലാരും ജോലിക്കാരാണ്. അല്ലെങ്കിൽ പകുതി മുക്കാൽ ആൾക്ക് റിട്ടയർ ചെയ്തവരുണ്ട്. പിന്നെ വില്ലേജ് ജോലി ചെയ്യുന്ന ഇപ്പം കണ്ട സാറിനെ പോലുള്ളവരെ, പ്രൊഫസറെ, അങ്ങനെ വേറൊരു പ്രൊഫസറുണ്ട്. ബിസിനസ് ഉള്ളവരുണ്ട്, മീൻ പിടിക്കുന്നവരുണ്ട്. ഒത്തിരി ആൾക്കാരോട് പരിചയങ്ങളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ വന്നേ പിന്നെ ഇപ്പം ഞങ്ങളുടെ നാട്ടിലേക്കായിട്ട് പരിചയം എനിക്ക് കൂടിയാ. വണ്ടി ഇല്ല, ഞാലിയോടില്ല എന്റെ വീടും. വണ്ടി എന്നും വരുക. തന്നെ. അപ്പൊ എത്ര ദൂരം യാത്ര? 5-6 കിലോമീറ്റർ. 6 കിലോമീറ്ററോളം വരും. രാവിലെ 4 മണി ആകുമ്പോ ഇവിടെ വരും. ഒരു തനിയാണോ വരുന്നത്? വൈഫാ ഉണ്ട് ഇവിടുന്ന്. പിന്നെ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്കും? ജീവിത ദുഃഖം ഒത്തിരി ആൾക്കാരോട്ട് പരിചയം, കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. അതുകൊണ്ട് ഒത്തിരി
സമയം പോകുന്നുണ്ട്. അല്ലാത്ത സമയങ്ങളിൽ പിന്നെ ഈ സ്ട്രോക്ക് വന്നപ്പോഴത്തെ ജീവിതം ഒരു അസ്തമിച്ചെന്ന് തോന്നലുണ്ടായിട്ടുണ്ടായിരുന്നല്ലോ ആ കാലഘട്ടം. അന്നൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ എങ്ങനെ റിക്കവർ ആയത്? പിന്നെ കുറേശ്ശെ ഇങ്ങനെ വെളിയിലോട്ട് വരും. അന്നൊക്കെ ഈ ഓക്രയിലകത്തൂടെ ഒക്കെ പോകും. പിന്നെ സ്കൂട്ടറിന്റെ പുറകിൽ നിന്ന് ഇങ്ങനെ യാത്ര തുടങ്ങി. പിന്നെ വീട്ടിൽ ഇരിക്കണമെന്ന് തോന്നിയാൽ ഇങ്ങോട്ട് വരണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി കൂട്ട് കിട്ടി. അതെ, ഒത്തിരി ദുഃഖങ്ങളും കാര്യങ്ങളും. എന്നെ പോലെ തന്നെ കട നടത്തിയവരൊക്കെ കോവിഡ് വന്നപ്പോൾ നിർത്തിയവരൊക്കെ ഉണ്ട് ഇവിടെ. അവരൊക്കെ ആയിട്ട് വർത്താനം പറയും, സമയം പോകും, അങ്ങനെയൊക്കെ. അപ്പൊ ഈ കോവിഡ് സമയത്ത് എങ്ങനെയാ സമയം കളഞ്ഞത്? ചുമ്മാ വീട്ടിൽ തന്നെ ഇരിക്കും, കുറച്ചു നേരം മൊബൈൽ കാണും, അങ്ങനെയൊക്കെയുള്ള ഇതേ ഉള്ളൂ. അങ്ങനെയുള്ള ഇപ്പൊ എൻജോയ് ചെയ്യുന്നുണ്ടോ ഈ ഫ്രണ്ട്ഷിപ്പ്? പിന്നെ സംശയമില്ലാത്ത കാര്യമാണ്. എന്നാ മഴയാണേലും ഇടിയാണേലും ഇവിടെ വരും. ഇനിയിപ്പോൾ മഴയാണ് പകൽ വരാൻ ഒത്തില്ലെങ്കിൽ 7 മണിയാകുമ്പോൾ വന്നിച്ച് 8-8 തിരിച്ചു പോകും. പള്ളിയിലൊക്കെ കയറും. എന്ന് വന്നാലും മിക്ക ദിവസവും കയറും. കച്ചവടം നിർത്തി. വേറെ ആർക്കെങ്കിലും അല്ല, വിറ്റല്ല, ഞാൻ നിർത്തുമായിരുന്നു. ഇപ്പോഴും അതിന്റെ സാധനങ്ങളും ഷെൽഫ് അങ്ങനെ ഇരിപ്പുണ്ട്. ഇനിയിപ്പോ നമ്മളെ കൊണ്ട് അങ്ങനെ ഒരു മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മോനെ ജോലിയുണ്ട്, എറണാകുളത്താണ്. ക്രെയിൻ സർവീസ് കഴിഞ്ഞ് ജോലി ചെയ്യുന്നത്. മോളെ ബാംഗ്ലൂർ പഠിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം 2ാമത്തെ വർഷമാവുകയാണ് ഫിസിയോതെറാപ്പി. ശരി സാറേ, ഓക്കെ. സാറിന്റെ പേരും ഡീറ്റെയിൽസ് എല്ലാം ഒന്നുകൂടെ പറയാം. പേര് മർക്കോസ് ചാക്കോ. ഞാനിങ്ങനെ പ്രവാസം കഴിഞ്ഞ എല്ലാം കഴിഞ്ഞിട്ട്. എത്ര വർഷം ഉണ്ടായിരുന്നു ഗൾഫില്? ഗൾഫില് ഒരു 3-4 വർഷം ഗൾഫില്. അത് കഴിഞ്ഞ് USA പോയി. ഓ, USA അങ്ങനെ പിള്ളേരോടെ പോയതോ? അല്ല, ബ്രദറും സിസ്റ്ററും ഒക്കെ അവിടെ പോയെന്ന് പറഞ്ഞാല് വിസിറ്റിങ്ങിന് പോയി. പോയിട്ട് കുറച്ചാളൊക്കെ അവിടെ നിന്നിട്ടെങ്കിൽ. എവിടെ ഗൾഫിൽ? എവിടെയായിരുന്നു? ഗൾഫില് സൗദിയിലാണ്. പിന്നെ ഇപ്പൊ ഇവിടെ എങ്ങനെയുണ്ട് നിങ്ങള് വൈകുന്നേരത്തെ നേരമ്പോക്കും? ഇവിടെ വരുമ്പോൾ തന്നെ എല്ലാവരെയും കാണുക, അതൊരു സന്തോഷമാണ്. നമുക്ക് പ്രത്യേകം പറഞ്ഞറിയിക്കാൻ മേലാത്തൊരു സന്തോഷമാണ്. അതെ, വൈകുന്നേരം വരെ നമ്മൾ വീട്ടിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കിന് എല്ലാവരുമായിട്ടൊരു സംസാരവും ചിരിയും, അതൊക്കെ ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. എത്ര വർഷമായി ഇവരുടെ കൂടെ കൂടിയിട്ട്? ഇവിടെയായിട്ടൊരു 3-4 വർഷമായി. അപ്പോൾ ഈ ഇവിടങ്ങളിലുള്ള നിങ്ങളുടെ ഈ മെമ്പേഴ്സിനിടയ്ക്ക് നിങ്ങൾ അസോസിയേഷൻ പോലെ അങ്ങനെ ഉണ്ടാക്കിയില്ല? അങ്ങനെയൊന്നും തുടങ്ങിയിട്ടില്ല. നിങ്ങൾ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല, അങ്ങനെ വാട്സപ്പ് ഗ്രൂപ്പും ഇല്ല. അങ്ങനെ ഗ്രൂപ്പുകളൊന്നും ഇല്ല. എന്തെങ്കിലും വിശേഷങ്ങളൊക്കെ അറിയാൻ എല്ലാവരും ചിലപ്പം ചില ദിവസം ഒന്നിച്ച് കിട്ടിയില്ല എന്ന് വരും. അപ്പം കുറച്ച് പേരൊക്കെ കാണത്തുള്ളൂ. പിന്നെ മഴയുടെയൊക്കെ ഓരോ കാര്യങ്ങൾ, അതൊക്കെ വരുമ്പോഴത്തേക്കിന് ചിലപ്പോൾ ആരും കാണത്തില്ല. 1-2 പേരൊക്കെയേ വരത്തുള്ളൂ. അങ്ങനെയൊക്കെ വന്ന് ഉള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ച് തിരിച്ചു പോവുക. പിന്നെ അല്പം നടക്കാനൊക്കെ പോകുക. പിന്നെ അതുപോലെ നമ്മുടെ ഈ കൂട്ടായ്മയ്ക്കകത്ത് ഉള്ള ആൾക്കാരുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ വരുവാണെങ്കിൽ എല്ലാവരും വരുമ്പോഴത്തേക്ക് എല്ലാവരും സഹകരിക്കും. എല്ലാവരും കൂടിയാണ് പോകുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തുകൊണ്ടായിരിക്കുന്നത്. എല്ലാവരുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്. ഒരാളെ കണ്ടില്ല, ചോദിക്കാനും പറയാൻ ആളുണ്ട്. അന്നേരം വിളിച്ചിരിക്കും. ശരിക്കും പറഞ്ഞാൽ പ്രായമായാലും ഒറ്റപ്പെടലെന്നുള്ളൊരു അങ്ങനെ ഒരു ഇതില്ല. നമുക്ക് ഇവിടെ വരുമ്പോൾ നമുക്ക് പ്രായം തോന്നുന്നില്ല. അതല്ല ഞാൻ ചോദിക്കുന്നത്. പ്രായമാകും തോറും സാധാരണഗതിയിലെ പ്രായമായി കഴിയുമ്പോഴത്തേക്കും ഒറ്റപ്പെടലെന്നുള്ളൊരു തോന്നലുണ്ടാവും. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അങ്ങനെയുള്ള ഒരു ചിന്താഗതി വരുന്നില്ല. ഇവിടെ വരുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ മറക്കുകയില്ല. മറന്നിട്ട് നമുക്ക് ഇവിടെ മീൻകാരുണ്ട്. പുള്ളി ഭയങ്കര വീശുകാരനാണ്. പുള്ളി ഏതിലെ മീൻ പോയാലും പുള്ളിയുടെ വലയിലാവപ്പെട്ടിരിക്കും. ആ കാര്യത്തിൽ ഉസ്താദാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഈ വെള്ളപ്പൊക്ക സമയത്ത് നിങ്ങൾ തന്നെ എടുക്കും? ഇവിടെ വെള്ളം കയറത്തില്ലേ? ഇവിടെ എല്ലാം വെള്ളം കയറും. ഇവിടെ കയറുമ്പോഴത്തേക്കിനും അങ്ങേ സൈഡിലൊക്കെ ഇരിക്കും. ഇങ്ങോട്ട് അങ്ങനെ അന്നേരം പോലീസുകാർ ഇങ്ങോട്ട് ആരെയും കടത്തി വിടത്തില്ല. അങ്ങനെയുള്ള വൈകുന്നേരം ഞാൻ ചോദിച്ചോട്ടെ, ഈ സാധാരണഗതി വൈകുന്നേരം പോലീസുകാരുടെ ഒരു ഇതുണ്ടല്ലോ, അവര് വരുമ്പോഴത്തേക്ക് പ്രത്യേക പരിഗണന ഉണ്ടോ? അവർക്കറിയാം. അറിയാം. അപ്പൊ അവര് ചിരിച്ച് പോയതേ ഉള്ളൂ. അവര് നമ്മളെ നോക്കി ചിരിച്ചിട്ടൊക്കെ അവര് പോകത്തുള്ളൂ. അവര് നല്ല ആൾക്കാരാണ്. അവരെല്ലാരും ഇതിലെ വന്നുകൊണ്ടിരിക്കും. കുഴപ്പമൊന്നുമില്ല, എല്ലാരും നല്ല ആൾക്കാരാണ്. അപ്പൊ അങ്ങനെയൊക്കെ ജീവിതം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷവാനാണ്. കുഴപ്പമൊന്നുമില്ല. ജീവിതത്തിൽ പ്രാരാബ്ദങ്ങളൊന്നും അങ്ങനെ ഇല്ല. ഇവരെ പോലുള്ളവർക്ക് ശരിക്കും സപ്പോർട്ട്. വയ്യാതെ വന്നു കഴിയുമ്പോൾ ഇപ്പൊ ഒരു ദിവസം ബിജുനെ കണ്ടില്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വിളിച്ചു ചോദിക്കുക എന്താണ്. അപ്പൊ വീട്ടിലേക്ക് ചെല്ലുക, ആളെ കാണുക, അങ്ങനെയൊക്കെയുള്ള എല്ലാ രീതിയിലും ശരി, നല്ല കാര്യം. ഓക്കെ. അപ്പൊ ഇനി കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടക്കട്ടെ. ഓക്കെ, താങ്ക് യു. സഹകരിച്ചതിന് വളരെ നന്ദി. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്.
ആധികാരികമായിട്ട് നമ്മുടെ സാറ് പറഞ്ഞു. സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുഴപ്പമില്ല. എന്നാലും അവരവരുടെ ഞാൻ ഇവിടെ ഈ പാടത്ത് മീൻ പിടിക്കുന്ന ഒരാളാണേ. പിന്നെ ഞങ്ങൾ ഒരു സന്ധ്യ ആകുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ ചേട്ടാ, ഇവിടെ ഒരു വള്ളം കൊണ്ടു നടന്ന ആളാണ്. അത് ഞാനും തന്നെയായിരുന്നു. അങ്ങനെയൊക്കെയല്ലേ ചേട്ടൻ? അവിടുന്ന് ഞാനിപ്പോ ഇവിടെ വന്ന് വെള്ളം അവിടെ കൊണ്ടിട്ട് ഇവിടെ കരക്ക് ഇവരുടെ കൂടെ വന്ന് സംസാരിക്കുകയും എല്ലാവരും കൂടെ ഇവിടെ വട്ടം കൂടി ഇരിക്കും ഒരു സന്ധ്യ വരെ. ചിലർ നടന്നു വരുന്നവരുണ്ട്, ചിലർ ബൈക്കേ വരുന്നവരുണ്ട്, കൂടുതലും നടന്നു വരുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കൂട്ടായ്മയ്ക്കകത്ത് വലിപ്പ ചെറുപ്പമോ പ്രൊഫഷണലോ അങ്ങനൊന്നുമില്ല. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഇവിടെ ആര് വന്നാലും ഇവിടെ വന്നിരിക്കുക, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക. കുറെ സമയം ഒരു 8:30 വരെ ഇവിടെ ഏറ്റവും ലാസ്റ്റ് ഇവിടെ അടയ്ക്കുന്നത് നമ്മുടെ ബീച്ചാനാണ് ലാസ്റ്റ് പോകുന്നത്. ബീച്ചാനും കുഞ്ചാനുമാണ് ലാസ്റ്റ് പോകുന്നത്. അന്നേരം ഒരു 8:30 കഴിയും. അതുവരെ ഇവിടെ ആളുണ്ട്. സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ചായയോ? അങ്ങനെ ചിലപ്പോഴെങ്ങാനും ഉണ്ടെങ്കിലേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ. പിന്നെ ഇവിടെ വരുന്നവരാണെങ്കിലും ഇവിടെ വന്നിരുന്ന് വർത്തമാനം പറയുമോ ഒക്കെ നമ്മൾ ഓരോ കുറച്ച് സമയങ്ങൾ ഇവിടെ നമുക്ക് പോകുമല്ലോ. അതുകൊണ്ടാണ് എല്ലാവരും ഇവിടെ സന്ധ്യ ആകുമ്പോൾ. ഇനി വരാനുള്ളവരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനിയും വരാനുണ്ട്. വരാനുണ്ട്. ഇനിയും പുതിയതായിട്ട് വന്നാലും നമ്മുടെ പള്ളിയുടെ വെട്ടമുണ്ട് ഇവിടെ. വന്നാലും നമുക്ക് ഇവിടെ ഇരിക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ കുറച്ച് സമയം ഒരു 2-3 മണിക്കൂർ 4:30 ആകുമ്പം വരുന്നവർ, 4 മണിയാകുമ്പം വരുന്നവരുണ്ട്, 4:30 വരുന്നവരുണ്ട്, 5:30 വരുന്നവരുണ്ട്, 6 മണിക്ക് വരുന്നവരുണ്ട്. ഇപ്പൊ 6 മണിക്കൊക്കെ ചിലരൊക്കെ വരുന്നവരുണ്ട്. ഇനി ആൾക്കാർ വരാനുണ്ട്. എല്ലാവരും പോന്നാലും ഇവിടെ നമുക്ക് ഇവിടെ വട്ടം കൂടി ഇരിക്കാം. എന്തെങ്കിലും കലാപരമായിട്ട് കഴിവുണ്ടോ? കാരണം ഞാൻ സൗണ്ടിന്റെ വർക്കാണ് കൂടുതൽ. അപ്പം അതും അത് ആ വർക്ക് ഇല്ലാത്തപ്പോ ഞാൻ മീൻ പിടിക്കുന്ന സമയം കിട്ടുന്നുണ്ടോ? അവിടെ അങ്ങനെ ഉണ്ട്, കുഴപ്പമില്ല. എങ്ങനെയുണ്ട് കിട്ടുന്ന ഡെയിലി 10,000-2,000 രൂപ നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നമുക്ക് ടച്ച് വെക്കുന്ന രീതിയിലുള്ള നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ കഴിഞ്ഞു. പിന്നെ എല്ലാവരും ഉണ്ട്. നാളെ കുറവാണ് അവിടെ. ഇനി വന്നാലും ആര് വന്നാലും ഇങ്ങോട്ട് ഇരിക്കുക. ഇവിടെ പള്ളി ഉണ്ടല്ലോ. കുറെ നേരമൊക്കെ നമുക്ക് ഇവിടെ എല്ലാവർക്കും കൂടെ കൂടി ഇവിടെ ഇരിക്കുക, സന്തോഷിക്കുക. ഒരു 8:30 ആകുമ്പോൾ പിരിഞ്ഞു പോവുക. അതാണ്. പിന്നെ ഇവിടെ പ്രായമുള്ളവരുണ്ട്. അവരൊക്കെ നേരത്തെ ആധികാരികമായിട്ട് മുൻജാൻ പറഞ്ഞു, സാറ് പറഞ്ഞു. ഇനി അതുണ്ടല്ലോ നിൽക്കുന്നത് സാറൊക്കെ ഉണ്ട്. ഇനിയും ആള് വരുവാണെങ്കിൽ നാളെ ഇങ്ങോട്ട് വന്നാൽ ഇത് കൂടുതൽ ആളായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും. അങ്ങനെ എന്നും 12 പേരോളം ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മ എത്ര പേരുണ്ട് ഇവിടെ? ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 15 പേരുണ്ട് ഇവിടെ. ചിലപ്പോ എല്ലാരും ഒന്നും എല്ലാ ദിവസവും മൊത്തത്തിൽ 15 പേരേ ഉള്ളൂ. എന്നാൽ എല്ലാരും ഒന്നും ചിലപ്പം എല്ലാ ദിവസവും കണ്ടെന്ന് വരികയല്ല. എന്നാന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളുണ്ടല്ലോ. അതിന് പോയിട്ട് ഇപ്പൊ അപ്പൊ തന്നെ കണ്ടില്ലേ 2 പേര് പോയി. സാറിപ്പം വന്നിട്ട് 6 മണിക്ക് വരുന്നയാളാണ്. അദ്ദേഹം കൊണ്ടുകൂടെ അദ്ദേഹം ചിലപ്പം രാവിലെ വരും, വൈകിട്ട് വരും. അദ്ദേഹത്തിന് ഇതിന്റെ സമയമൊന്നുമില്ല, എപ്പം വേണേലും വന്നും പോയി നിൽക്കുക. സാറേ വാ, കാരണം തരാം, വാ. അല്ല വാ വാ. റിട്ടയർഡ് ആയിട്ട് ജോലി കഴിഞ്ഞ് ഒന്നായി നടക്കാനായിട്ട് വേണ്ടി സാറ് വന്നു. സന്ധ്യയാകുമ്പോൾ ബാംഗ്ലൂരാണേലും പറയും. അപ്പം ഞങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഞങ്ങൾ പ്രേക്ഷകർ പറയാൻ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? നമ്മുടെ പള്ളിയുണ്ട് ഇവിടെ. സന്ധ്യയാകുമ്പോൾ എല്ലാവരും ഇങ്ങോട്ട് വരുവാണ്. നമുക്ക് ഇവിടെ വട്ടം കൂടി. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഈ ചാനലിൽ കണ്ടോ അറിഞ്ഞു കേട്ട പുതിയ കമ്പനിക്കാർ വന്ന് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, നിങ്ങൾ സ്വീകരിക്കും? സംശയം എന്നാ കാര്യം? പക്ഷെ ഇവിടെ ഇരിക്കാൻ സീറ്റ് ഒന്നും ഇല്ല. ഈ കല്ലൊക്കെ ഉള്ളു കേട്ടോ. ഈ കല്ലൊക്കെ ഇരിക്കേണ്ട കുറെ നേരം ഇരുന്ന് കഴിയുമ്പോൾ എഴുന്നേക്കണം. മുട്ടായുക്തിയായിട്ട് ഇങ്ങോട്ട് പോരുകയും ചെയ്യരുത്. എല്ലാം വെച്ചാൽ എല്ലാവരും നല്ല പ്രൊഫഷണലി ജോലിക്കാരും ഒക്കെ ഇരുന്നവരെല്ലാവരും. എല്ലാവർക്കും ആർക്കും വിവരമില്ലായ്മയില്ല. എല്ലാവർക്കും നല്ല വിവരം ഉള്ളവരാണ്. അവര് നല്ല കിടക്കാച്ചി സാധനം അവര് വിടും. അന്നേരം നമ്മൾ ചിലപ്പോ അത് കേൾക്കേണ്ടി വരും. കുരുട്ടുകൂത്തിയായിട്ട് വന്നുള്ള കുഴപ്പമാ. അതുകൊണ്ട് കുരുട്ടുകൂത്തിയായിട്ട് ഇങ്ങോട്ട് ആരും പറഞ്ഞത് എല്ലാവർക്കും സ്വാഗതം. പുതിയ ആൾക്കാരൊക്കെ പോരട്ടെ, ഇവിടെ ഇരിക്കാം. ഒരു പ്രാവശ്യം നമ്മളൊന്ന് ട്രെയിൻ ചെയ്ത് നോക്കാം. ഇവിടെ വന്ന തിരുവല്ല എന്നൊക്കെ വന്ന ഒരാളുണ്ടല്ലോ, 24 മണിക്കൂർ കൊണ്ട് അവര് ഗുഡ് ബൈ പറഞ്ഞു പോയി. അതെന്താ കാര്യം? അവർക്ക് പറ്റിയ മേഖലയല്ല ഇത്. തിരുവല്ലക്കാർ അങ്ങനെയാണോ? അങ്ങനെ പറയാൻ പറ്റുമോ? ഓരോ ഏരിയ വെച്ച് ഒരാളെ 2-3 പേര് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവര് വന്നിട്ട് അവർക്ക് അതുപോലെ കൊല്ലാട്ടി എന്നൊക്കെ വന്ന ആൾക്കാരും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ ഒരാഴ്ചയൊക്കെ വരും. പിറ്റേ ആഴ്ച അവരെ കാണുകയില്ലാത്ത അവർക്ക് പറ്റിയ മേഖലയല്ല ഇത്. ആദ്യം നമ്മൾ ഇവരെ ഒന്ന് ആദ്യം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ സീറ്റ് ഞങ്ങൾ കൊടുക്കുള്ളൂ. ഇരുന്ന് വർത്തമാനം പറയുക. അല്ലാതെ നമ്മള് സന്ധ്യ സമയമാകുമ്പോ കേട്ടില്ല, ഓരോരുത്തർക്കും വണ്ടിയെ വന്നവരുണ്ട്, വരുന്നവരുണ്ട്. ഒരിക്കലും നമ്മൾ ആരുടെയും നോക്കാറില്ല. നമ്മളിവിടെ ഒരു എൻജോയ് ചെയ്യാ പോവുക. സാറേ നമസ്കാരം. നമസ്കാരം. സാറിന്റെ പേര്? ജലാൽ. നേരത്തെ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു. എവിടുന്നാ റിട്ടയർ ആയത്? ക്രൈം ബ്രാഞ്ചിൽ. എവിടെയായിരുന്നു? കോട്ടയം തന്നെയായിരുന്നു.
ഇപ്പം വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഇല്ല, ഇപ്പൊ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ഇപ്പം വൈകുന്നേരം ഈവനിങ് എനിക്ക് സാറ് കുറച്ച് മുമ്പ് അങ്ങോട്ട് നിങ്ങൾ അവിടെ ഒറ്റയ്ക്ക് നടന്ന കൂട്ടുകാരും ഇല്ല നടക്കാനും? കൂട്ടുകാർ ഒരാളുണ്ടായിരുന്നു, ബാങ്ക് മാനേജർ ഉണ്ടായിരുന്നു, പുള്ളിക്ക് പനിയായിട്ടുണ്ട് കിടക്കാം. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. രാവിലെ വൈകിട്ട് നടക്കുമോ? വൈകുന്നേരം. എത്ര കിലോമീറ്റർ? ഇവിടുന്ന് ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ 7 കിലോമീറ്റർ, 6.5 കിലോമീറ്റർ. ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയുണ്ട്? ഇവരായിട്ടാണ് വൈകുന്നേരം വന്ന് ഇവിടെ കുറെ നേരം ഇരിക്കും, കുറെ നേരം ടൈം സ്പെൻഡ് ചെയ്യും, കുറെ റിലാക്സ് ആവും. വൈകുന്നേരം ഇവരുമായിട്ടൊക്കെ ഒരു കമ്പനി ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു മനസ്സിലെന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മള് കുറെ റിലാക്സ്ഡ് ആവും. അതാണ് പ്രധാനമായിട്ടും വരുന്നത്. ഒരു ഇത് വരുന്ന ഒരു സായാഹ്ന നേരം പോക്കെ എന്ന് പറയാം. സാർ ഇപ്പൊ ഇത്ര നടന്നു കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഇല്ല. അപ്പം വെള്ളം കുടിക്കോ, ചായ കുടിക്കാൻ? വെള്ളം കുടിക്കാൻ വെള്ളമായിട്ട് കൊണ്ടുവരിക. വെള്ളം കൊണ്ടുവരാം. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ചൊന്നുമില്ല. ഇത് എല്ലാവരും ഇവിടെ വൈകുന്നേരങ്ങളിൽ ഒത്തിരി ഇപ്പോഴാണ് ഇത്രയല്ല, ആൾക്കാരതിനേക്കാൾ കുറെ കൂടെ ആൾക്കാർ ഇരിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തർ വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈ സമയമൊക്കെ ആകുമ്പോൾ ഓരോരുത്തർ വൈകുന്നേരം വീട്ടിൽ പോകും. പിന്നെ സാറിന് ജീവിതശൈലി രോഗങ്ങൾ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? എല്ലാം ഇച്ചിരിച്ചുണ്ട്. ഷുഗർ, പ്രഷർ, പിന്നെ അതെല്ലാം കൺട്രോൾ ചെയ്തിട്ടുണ്ടോ? എല്ലാം കൺട്രോൾ നടക്കുന്നുണ്ട്. വേറെ എന്തെങ്കിലും ട്രെഡ്മിൽ അങ്ങനെ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ട്രെഡ്മില്ലൊന്നും ഇല്ല. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുമാതിരി ബോഡി ഫിറ്റാ. ഇപ്പൊ മറ്റേ ഇത് എല്ലാം മെഡിസിൻ ഉണ്ട്, കൺട്രോൾഡ് ആണ്. അതുകൊണ്ട് ഇപ്പൊ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല പോകുന്നു. ഡോക്ടേഴ്സിന്റെ അടുത്ത് പീരിയോഡിക്കലായിട്ട് പോകാറുണ്ട്. കണ്ണിന്റെ ഇതുണ്ട്, ഗ്ലോക്കോമ ഉണ്ട്. അപ്പൊ അതിന്റെ ഇഞ്ചക്ഷൻ അങ്ങനെയുള്ള മരുന്നടിച്ചു പോവാം. അപ്പൊ ശരി സാർ, വിവരങ്ങൾ പങ്കുവെച്ചു. സാറിന്റെ പേരെന്ന് പറയാം? ജോസ് മടക്കാനി. എന്താ ചെയ്യുന്നത് സാറേ? ഞാൻ കീബോർഡ് വായിക്കും. നാടോ ട്രൂപ്പിലൊക്കെ ആയിരുന്നു ആദ്യം. ഏത് സമിതിയിലായിരുന്നു? അടൂർ ജിയാ തിയേറ്റേഴ്സ്, കൊല്ലം ഉപാസന, കോട്ടയം ദേശാഭിമാനി. എത്ര വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്? അവിടെയൊക്കെ 2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം പ്രൊഫഷൻ എന്തോ? ഇപ്പം ഞാൻ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുക. പിന്നെ എത്ര കുട്ടികളുണ്ട് ഇവിടെ? 5-8 പേരുണ്ട്. 5-8 പേരുണ്ട്. മക്കൾ എത്ര പേരെ? 2 പെൺപിള്ളേരാണ്. ഇവരുടെ കൂട്ടത്തിൽ കൂട്ടായ്മ കൂട്ടി എത്ര വർഷമായി? 2 വർഷത്തോളമായി. എങ്ങനെയുണ്ട് സഹകരണമൊക്കെ? നല്ല സ്നേഹവും സഹകരണവും ഒക്കെ ആണല്ലേ? വൈകുന്നേരം ഇവിടെ വരും. എപ്പോഴാണ് ഇവിടെ വന്ന് ചേരുന്നത്? ഇവിടെ ഒരു 6 മണിക്ക് ശേഷം. 6 മണിക്ക് ശേഷം വന്ന് 8 മണി വരെ ഇവിടെ. 8 മണി വരെ. ഓക്കെ. പിന്നെ സാറിന്റെ പഠന ഫീസുകളൊക്കെ എങ്ങനെയാ? കീബോർഡ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ക്ലാസ്സിന് 500 രൂപയാണ്. ഒരു ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാ? 1 മണിക്കൂർ സമയം. 1 മണിക്കൂറിന് 500. സ്ഥിരമായിട്ട് പഠിപ്പിക്കുക അങ്ങനല്ല, സാറിന്റെ വീട്ടിൽ വന്ന് പഠിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ചൊക്കെ 400 രൂപയ്ക്ക് ഞാൻ പഠിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് പഠിക്കണ എത്ര ഏകദേശം ഒരു ബേസിക് അല്ലാതെ പഠിക്കണമെങ്കിൽ എത്ര ക്ലാസ് കൊണ്ട്? അവരുടെ ഇത് അറിവ് പോലെ ഇരിക്കും. എങ്കിലും ഒന്നും അറിയാത്ത ആൾക്കാരാണെങ്കിലേ എന്നാലും ഒരു വർഷം കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ആവും. അപ്പൊ എത്ര ക്ലാസ് കാണും? ഒരു മാസം 4 ക്ലാസ്. 4 ക്ലാസ്. ഒരാഴ്ച 1 ക്ലാസ്. ഒരാഴ്ച 1 ക്ലാസ്സേ ഉള്ളൂ. അത് ഏത് ദിവസമായിരിക്കും സാറിന്? അത് ഞായറാഴ്ച, ശനിയാഴ്ച. 1 മണിക്കൂർ 1 ക്ലാസ് പറഞ്ഞു കൊടുക്കുന്നതാണോ? കീബോർഡ് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ? വേറെ ഇൻസ്ട്രുമെന്റ് കാര്യങ്ങളൊന്നും കൈകാര്യം ഇല്ല. ഞാൻ പിന്നെ ഒരു CD ഇറക്കിയായിരുന്നു, ഒരു ക്രിസ്ത്യൻ ഡിവോഷണൽ CD ഇറക്കിയായിരുന്നു. ആണല്ലേ? അതിന്റെ പേരെന്തുവാ? അതിന്റെ പുതിയ പാട്ടാണോ പഴയ പാട്ട്? ഞാൻ തന്നെ ട്യൂൺ ചെയ്ത്. അതിന്റെ പേരെന്തുവാ? ഗലീല കടൽ. എത്ര പാട്ടുണ്ട് അതിനകത്ത്? 10 പാട്ടുണ്ട്. 10 പാട്ട്. അത് 10 പാട്ടും പുതിയ പാട്ടുകളാണ്. ആരെ കൊണ്ട് പഠിപ്പിച്ചേക്കുന്നേ? പിന്നെ കുറച്ച് പൈസ ആയിട്ടുണ്ടല്ലോ. അപ്പൊ എല്ലാം കൂടെ പ്രൊഡക്ഷൻ കോഴ്സ് എത്ര രൂപയായിട്ടുണ്ട്? ഏതാണ്ട് ഒരു 1.25. പുള്ളിക്ക് ഒരു റേറ്റ് 12 രൂപയായിരുന്നു. പിന്നെ വാഴൂർ സാബു, അഞ്ജു ജോസഫ്, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാര്. അത് എങ്ങനെ കാസറ്റ് പോയായിരുന്നു? CD ബോഡി കുഴപ്പമില്ല. ഏത് വർഷം അത് ഇറക്കിയത്? 2014. ഇപ്പൊ CD ഇറക്കിയിട്ട് കാര്യമില്ല. യൂട്യൂബിലിടാം. അപ്പൊ ശരി സാറേ, കാര്യങ്ങളെല്ലാം നടക്കട്ടെ. ശരി. ശരി എന്നാ. ഓക്കെ, സഹകരിച്ചതിനുള്ള നന്ദി. സുഹൃത്തുക്കളെ, പുതുപ്പള്ളി പള്ളിക്ക് സമീപം അങ്ങാടി കൊട്ടാരത്തിൽക്കടവ് റോഡിന്റെ തുടക്കത്തിലാണ് ഞാൻ ഉണ്ടായിരുന്നത്. നമ്മളോട് ഇവിടെയുള്ള കുറച്ച് അച്ചായന്മാരെ, വൈകുന്നേരം നേരം പോക്കിന് ഇവിടെ വന്നിരിക്കുന്ന അച്ചായന്മാർ നമ്മുടെ കൂടി അവരുടെ കാര്യങ്ങൾ വിവരിച്ച് നിങ്ങൾ കേട്ട് കാണും. അപ്പം ഇത്രയും നേരം നമ്മളോട് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു. അപ്പം ചേട്ടന്മാരെ, സാറുമാരെ, നിങ്ങളുടെ ഇത്ര നേരം നിങ്ങളുടെ വിലയേറിയ സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് വളരെ നന്ദി. ഓക്കെ, ഇനിയെല്ലാം കാര്യങ്ങളെല്ലാം മംഗളമാണ് നടക്കട്ടെ എല്ലാവർക്കും. ശരി എന്നാൽ. ഓക്കെ.